എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ച് പത്രോസ് എന്തു പറയുന്നുവെന്ന് ശ്രവിക്കാം. അപ്പോസ്തല പ്രവൃത്തി 4:12. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഈ വാക്യം പ്രവർത്തികളുടെ ആദ്യ അധ്യായങ്ങളിലെ ഒരു വിവരണത്തിൻ്റെ ഭാഗമാണ്. അവിടെ ജനനം മുതൽ മുടന്തനായ ഒരു മനുഷ്യന്റെ സുഖപ്പെടുത്തിയ ശേഷം പത്രോസും യോഹന്നാനും യഹൂദ നേതാക്കളോട് സംസാരിക്കുന്നു. യേശുവിൻ്റെ പുനരുത്ഥാനത്തിനു ശേഷം അപ്പോസ്തലന്മാർ യെരുശലേമിൽ ധൈര്യത്തോടെ പ്രസംഗിക്കുന്നു. ഇത് മത അധികാരികളുമായുള്ള സംഘർഷത്തിലേക്ക് നയിക്കുന്നു. പത്രോസും യോഹന്നാനും ഒരു വികലാംഗനെ സുഖപ്പെടുത്തുന്നു. അത് ശ്രദ്ധ ആകർഷിക്കുകയും അവരുടെ അറസ്റ്റിൽ കലാശിക്കുകയും ചെയ്യുന്നു. അവരുടെ വിചാരണ വേളയിൽ പത്രോസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവരുടെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുകയും ധൈര്യത്തോടെ സുവിശേഷം പ്രഖ്യാപിക്കുകയും ചെയ്തു. ക്രിസ്തുവിലുള്ള വിശ്വാസം നിത്യജീവിതത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് ക്രൈസ്തവ വിശ്വാസത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് രക്ഷയുടെ ഏകമാർഗം യേശുവാണെന്ന് ഊന്നി പറയുന്നു. പേര് യേശുവിൻ്റെ അധികാരത്തെയും ശക്തിയെയും സൂചിപ്പിക്കുന്നു. അവൻ്റെ മരണവും പുനരുത്ഥാനവും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കേന്ദ്രമാണ്. അവനെ മെശിഹയാണെന്ന് സ്ഥിരീകരിക്കുന്നു. യഹൂദ നേതാക്കൾ യേശുവിൻ്റെ അവകാശവാദങ്ങളിൽ സംശയം പ്രകടിപ്പിക്കുന്ന സമയത്താണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ഇടിമുഴക്കത്തിൻ്റെ ശബ്ദത്തിൽ നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലത്രേ ഇവന് സൗഖ്യം ലഭിച്ചതെന്ന് വിളിച്ചു പറയുന്നു. പത്രോസിൻ്റെ വാദം അവരുടെ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുകയും യേശുവിൻ്റെ രൂപാന്തരീകരണ ശക്തിയിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്യുകയാണ്. ക്രിസ്ത്യൻ ദൈവശാസ്ത്രത്തിൽ അടിസ്ഥാനമായ രക്ഷയ്ക്കായി യേശുവിൻ്റെ അനിവാര്യതയുള്ള വിശ്വാസത്തെ ഇത് അടിവരയിടുന്നു. എതിർപ്പുകളുടെ ഇടയിലും സുവിശേഷം പ്രചരിപ്പിക്കാനുള്ള ആദ്യകാല സഭയുടെ ദൗത്യവും ഈ വചനം പ്രതിഫലിപ്പിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിലല്ലാതെ രക്ഷാമാർഗമില്ല. അവൻ മാത്രമാണ് മതിയായ രക്ഷകൻ. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. നാം ഇവിടെ മറ്റൊരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. അതായത്, യേശുവിനോട് സത്യം ചെയ്യുകയും 3 പ്രാവശ്യം തള്ളിപ്പറയുകയും ചെയ്ത അതേ മനുഷ്യൻ തന്നെയാണ് ഈ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നാം നമ്മുടെ വിശ്വാസം പങ്കുവയ്ക്കണം. നാം രക്ഷയെ കുറിച്ചുള്ള ഗ്രാഹ്യം മനസ്സിലാക്കുകയും, അതായത് രക്ഷിക്കപ്പെടുക എന്നതിൻ്റെ അർത്ഥം എന്താണെന്നും യേശുവുമായുള്ള വ്യക്തിബന്ധത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം. നമ്മുടെ വിശ്വാസങ്ങളിൽ എതിർപ്പ് നേരിട്ടുമ്പോഴും നാം നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ഞങ്ങളുടെ സ്നേഹനിധിയായ അബ്ബ, ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും ഈ സത്യം പ്രഖ്യാപിക്കുവാൻ ഈ അടിയത്തുങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.